ഇന്ന് നമുക്ക് നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ പാലക്കാട്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ പൂട്ടി വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്താലോ. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല കിടിലൻ ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിത് കാപ്പിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അകത്ത് ഈ കാപ്പിപ്പൊടി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഉണ്ടാക്കണം. ഞാൻ എടുക്കുന്നത് ടേബിൾ സ്പൂണാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ സ്പൂണും വലിയ സ്പൂണും ഉണ്ടാവും. ഇതിലത്തെ വലിയ സ്പൂണാണ് കേട്ടോ ടേബിൾ സ്പൂണ്. അതിന് 3 സ്പൂണ് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു ചൂടുള്ള പാലാണ് 100 ml, അര കപ്പ്. ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ കാപ്പിപ്പൊടി നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. അത് പിന്നെ അതിൽ അര കപ്പാണിത്. പഞ്ചസാര നിങ്ങൾക്ക് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട്. ഇന്ന് ഇത് പഞ്ചസാര നല്ല മെൽറ്റാവുന്ന വരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് വരുന്ന സമയം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ആ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഇതാ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും മറന്നു പോയത്. ഇപ്പോൾ ഒരു കുറച്ച് നേരം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുന്തോറും നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒഴിക്കുമ്പോൾ തന്നെ അറിയില്ല, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴേക്കും നന്നായിട്ട് ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് കട്ടായിട്ട് വരും കേട്ടോ. കട്ടയല്ല, തിക്കായിട്ട് വരും. അത് ഞാനങ്ങനെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്തപ്പോൾ നല്ല കട്ട പോലെയാണ്. ഇതൊന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് ഞാനത് അളന്നെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നല്ല തണുപ്പ് വേണം കേട്ടോ. നല്ല തണുപ്പ് വേണം. അപ്പോഴാണ് നമുക്ക് സ്റ്റിഫായി കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല തണുപ്പ് ഫ്രിഡ്ജിൽ വെച്ചതിനോട് നല്ല തണുപ്പുണ്ട്, ലൂസാവും ചെയ്തിട്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സി വെച്ചിട്ടോ ഒന്ന് അടിച്ചെടുക്കുക. അടിക്കുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് പോലെ നമ്മൾ കേക്കിനൊക്കെ അടിക്കും പോലെ അടിക്കരുത് കേട്ടോ. എന്താണ് ഇതിൻ്റെ പരുവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് കോരുമ്പോൾ വീഴാൻ പാടില്ല, നമ്മളങ്ങനെ ആക്കുമ്പോൾ വീഴുകയും വേണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നിങ്ങൾ മിക്സിയിൽ അടിക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ അടിച്ചെടുക്കുക. ഒരുപാട് തിക്കായിട്ട് അടിച്ചെടുക്കരുത്. ഇത് അപ്പോഴേക്കും കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് നേരമൊന്നും വെച്ചിട്ടില്ല. കുറച്ചും കൂടി നേരം വെക്കണമെങ്കിൽ നന്നായിട്ട് തിക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ വിപ്പിംഗ് ക്രീം അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കാപ്പിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഇതിൻ്റെ പരുവം. ഒരുപാട് തിക്കാകരുത്. ഒരുപാട് തിക്കായി വന്നാൽ നമ്മൾ കേക്കിന് വിപ്പിംഗ് ക്രീം കഴിക്കുമ്പോൾ ഉണ്ടാവില്ല, അതുപോലെ ഉണ്ടാകുക. അതിന് ശേഷം നമ്മളിത് ആ കാപ്പിൻ്റെ മിക്സ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിക്കേണ്ടത്. ഇത് ഒരുപാട് മധുരമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം പഞ്ചസാര പൊടിച്ചിട്ടിടാം. ഇതിൻ്റെ പൊന്നെന്തോ ഒരു മണമാണെന്നറിയുക, കാപ്പിപ്പൊടിൻ്റെ മണം. എന്താ പറയുക, എന്തിൻ്റെ നല്ലൊരു ഫ്ലേവർ. എല്ലാം പാടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. നിർബന്ധമില്ല ഒന്നുമില്ല. നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത് ഇടയിൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം പാടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതേപോലെ ലൂസ് വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ. ഒരുപാട് കട്ടിയായിട്ടുണ്ട് പറഞ്ഞാൽ അത് ഐസ്ക്രീം നമ്മൾ പുറത്ത് വെക്കുമ്പോൾ മെൽറ്റായി കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഐസ്ക്രീം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മെൽറ്റാവില്ല, നമ്മൾ എടുക്കുമ്പോഴേക്കും കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ മെൽറ്റായി കിട്ടില്ല, അതുപോലെ ആവും. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്.
ഇത് പാത്രം കുറച്ച് വലുതായി പോയിട്ടാ. ഇനി ഇത് നല്ലൊരു ഫോയിൽ പേപ്പറും കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു മൂടി ഉണ്ടെങ്കിൽ മൂടിയും കൊണ്ടൊക്കെ അടച്ചിട്ട്, ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കുക, ഇല്ലെങ്കിൽ രാത്രി ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഞാനിത് രാത്രിയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത്. രാവിലെ ആണ് ഇനി അത് എടുക്കുകയുള്ളൂ. ഈ കാപ്പിപ്പൊടിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഒരു മണമൊക്കെ പാടായിട്ട് കൊതിപ്പിക്കണ മണം പറയില്ല, അങ്ങനത്തെ ഒരു മണമായിരുന്നു ഇട്ടത്. നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഇത് നല്ലൊരു കട്ടി പോലെ ഉണ്ടാകും കേട്ടോ. കുറച്ച് നേരം ഇരുന്നാലാണ് ഇതൊന്ന് നമുക്ക് കോരാൻ വേണ്ടി കിട്ടുള്ളൂ. കണ്ടില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്നതും അതുപോലെ ബിരിയാണീസും നാടൻ റെസിപ്പീസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതേപോലെ നിങ്ങളൊന്ന് ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കിയിട്ടോ. അവർക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെ കൊണ്ടും ഓക്കെ. താങ്ക് യു. ബൈ. അസ്സലാമു അലൈക്കും.